പ്രവാചകനും സ്വഹാബികളും ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ഭാഗത്ത് കുറച്ച് സ്വഹാബികൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെ വന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, എന്താണ് അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നല്ലോ, എന്താണ് സംഭവം, എന്താ? ആ സമയത്ത് കൂടെ വന്ന സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയെ, അവിടെ ഒരു മനുഷ്യന് വേണ്ടി ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഖബറടക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോ ഖബർ കുഴിക്കുകയാണ് എന്ന് സ്വഹാബികൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് ധിറുതിയിൽ ഓടാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെ നിന്നിരുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഖബർ കുഴിക്കുകയാണ് എന്ന് കേൾക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധിറുതിയിൽ ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്തേക്ക് പോകുകയാ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ ചാരത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ആ ഖബർ കുഴിച്ചുകൊണ്ടിരുന്ന സ്വഹാബത്ത് മുഴുവനും ഖബറിന്റെ ഭാഗത്ത് നിന്ന് മാറി നിന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടിയ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് മിണ്ടാതെ ഇരിക്കുകയാണ്. ആ ഖബറിന്റെ ചാരത്തങ്ങ് മുട്ടുകുത്തിയിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ടടത്തിലൂടെ കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ ഇങ്ങനെ പച്ചമണ്ണിന്റെ മുകളിലേക്ക് വീഴുകയാണ്. അള്ളാന്റെ റസൂൽ അവിടെ ഇരുന്ന് കരയുകയാണ്. സ്വഹാബികൾ മുഴുവനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാ. അള്ളാന്റെ റസൂലൊന്നും മിണ്ടുന്നില്ല, ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനതാ ഒരുപാട് സമയമാ ഖബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. യാ ഇഖ്വാനീ, തന്റെ ചാരത്ത് നിൽക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. അള്ളാഹുവിന്റെ പ്രവാചകന് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബർ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇതുപോലെ ഒരു ദിനം നിങ്ങൾക്കും വരുമല്ലോ, ഇതുപോലെ ഒരു ദിവസം നമുക്കും വരുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഖബർ കാണിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും ഖബർ കാണുന്നവരാണ്, നമ്മളും ഖബർ കുഴിക്കുന്നവരാണ്. പടച്ചവനെ, നമ്മളും ഖബർ കാണുകയും ഖബർ കുഴിക്കുകയും ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന പച്ചയായ മനുഷ്യരെ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരി എറിഞ്ഞ് സലാം പറഞ്ഞ ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുന്നവരാ. പക്ഷേ നമ്മളാരും കരയാറില്ല. ആ ഖബർ കാണുമ്പോ നമ്മളാരും ചിന്തിക്കാറില്ല, ഒരു ദിവസം എനിക്കും ഇതുപോലെ ഒരു ദിവസം കടന്നു വരുമല്ലോ, എനിക്കും ഖബർ കുടിക്കുമല്ലോ, എന്നെയും ഖബറിനകത്ത് വെച്ച് മണ്ണിട്ട് മൂടുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കുഴിക്കുന്നവനും ആ ചിന്തയില്ല, മയ്യത്ത് ഖബറടക്കുന്നവനും ആ ചിന്തയില്ല, സിയാറത്ത് ചെയ്യുന്നവനും ആ ചിന്തയില്ല. എല്ലാവരും കളിയാണ്, തമാശയാണ്, നിസാരമാണ്. പടച്ചവനെ, തമാശ പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്, കോമഡി പറയുന്നത് ഖബറിന്റെ ചാരത്ത് നിന്നാണ്, രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആ ഖബർ കാണുമ്പോ നമുക്ക് പേടി വരാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാ, നിനക്ക് ഖബർ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്, നിനക്ക് ഇതുവരെ ഖബറിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല, ആ ഖബറിന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ഖബറിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ ശുറുബാ ഇല്ലാ വഹുവ യബ്കീ വയദ്രിബു അലാ സ്വദിരി. പള്ളി
പള്ളിപ്പറമ്പിലെ ഖബറിന്റെ സ്വഭാവം എങ്ങാനും നീ അറിഞ്ഞിരുന്നെങ്കിൽ ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ മാകില അഖില വലാ ശരിബ സുറുബാ, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം നിന്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. പടച്ചവനെ, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നിന്റെ മുന്നിൽ ഇരിക്കുന്നത്. അത് തിന്നുന്നതിന് മുമ്പ് നീ നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുകയാ. പടച്ചവനെ, അതാ പൊട്ടിക്കരയാതെ നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവാതെ നിനക്ക് ഭക്ഷണം തിന്നുവാനോ നിനക്ക് വെള്ളം കുടിക്കുവാനോ നിനക്ക് കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, ഖബറ് കളിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ, ഖബറ് ചിരിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, നിന്നെ പോലെ ജീവിച്ച ഒരു മനുഷ്യനെ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്തിറക്കി വെച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയുന്നവർ, അവിടെ നിന്നുകൊണ്ട് മറ്റുള്ളവന്റെ ന്യൂനതകൾ പറയുന്നവർ, എന്തേ നിങ്ങൾക്ക് ആ ചിന്തയില്ലാതെ പോയത്? നിങ്ങളും ഒരു ദിവസം ഇതുപോലെ പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകേണ്ടവരാണല്ലോ. ആ ഖബറിന്റെ സ്വഭാവം നിനക്കറിയാഞ്ഞിട്ടാണ്, ആ ഖബറിനെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ ഖബറിനെ കുറിച്ച് എങ്ങാനും നിനക്കറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് അവിടെ പോയി നിന്ന് ഇങ്ങനെ ചെയ്യാൻ, അവിടെ പോയി നിന്ന് ചിരിക്കുവാൻ, അവിടെ പോയി നിന്ന് തമാശ പറയാ നിന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു മനുഷ്യ. എന്തേ പള്ളിപ്പറമ്പിൽ പോയിട്ട് പോലും നീ നന്നാകാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തത്? ഏത് മനുഷ്യനെയും നന്നാക്കാൻ വഴിയുണ്ടല്ലോ. ഏത് കള്ളുകുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, വൃത്തികെട്ടവനാകട്ടെ, ഏത് മനുഷ്യനും നന്നാകാൻ വഴിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. കള്ളു കുടിക്കുന്ന സ്വഭാവം മാറണോ? നിന്റെ മോശമായ സ്വഭാവം മാറണോ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അബൂദർ. അബൂദർ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് നന്നാകണം നബിയേ. പലരും പറയുമല്ലോ ഉസ്താദേ, നന്നാകണമെന്നുണ്ട്, നിസ്കരിക്കണമെന്നുണ്ട്, ഖുർആൻ ഓതണമെന്നുണ്ട്, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണമെന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല ഉസ്താദ്. ഒരു വഴി പറഞ്ഞതാ, എളുപ്പമുള്ള വഴി പറഞ്ഞു തരാ. ഒരു ഹോസ്പിറ്റലിലും പോകണ്ട, ഒരു ഉസ്താദിന്റെ അടുക്കലും പോകണ്ട, 1 രൂപയും ചെലവഴിക്കണ്ട. നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാ. ഒരുപാട് കഷ്ടപ്പാടില്ലാത്ത കാര്യമാണ്. ഉറക്കമൊഴിയേണ്ട ചെറുപ്പക്കാരാ, നന്നാകാനുള്ള വഴിയാണ് പറയുന്നത്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നബിയേ, എനിക്ക് നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ നബിയേ, എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ. അബൂദർ നിന്നെ പോലെ ജീവിക്കുന്നവനല്ല, മോശമായി ജീവിക്കുന്നവനല്ല. അബൂദർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, സാധാരണ ഒരു സ്വഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം എന്തെന്നറിയണമെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ അബൂദർ ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. മുത്തി നബി അവിടെ അത്ഭുതപ്പെടുകയാണ്. ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാം? അത് അബൂദറാണെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? എന്റെ അബൂദറിന് നിനക്ക് പരിചയമുണ്ടോ? ഈ പാവപ്പെട്ടവനെ എങ്ങനെയാണ് നിനക്കറിയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അശ്റു ഫിൽ അർളി
യാ റസൂലല്ലാഹ്, ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ, ഏഴാകാശങ്ങളിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ പാവപ്പെട്ടവന്റെ പേര് പറയും നബിയേ. ഈ പാവപ്പെട്ടവൻ അറിയാത്ത മലക്കുകളില്ല നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ നബിയേ. ഇബാദത്തുകൾ അധികമായിട്ട് ചെയ്യുവാൻ എനിക്കൊരു വഴി പറഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ? നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രായം ചെന്നിട്ട് പോലും അല്ലാഹുവിനെ മറന്നുകൊണ്ട് പടച്ചവനെ ഇപ്പോഴും ജീവിക്കുന്ന ഉപ്പമാരോട് പറയുകയാ, നിനക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിന്റെ അഹങ്കാരം മാറണോ? നിന്റെ ധിക്കാരം മാറണോ? നിന്റെ മോശമായ സ്വഭാവം മാറണോ? നാളെ രാവിലെ നീ ഇവിടത്തെ പള്ളിപ്പറമ്പിലും പോകാൻ പറ്റുമോ? ഇവിടെ ജനങ്ങളെ മുഴുവനും കൊണ്ടുപോയി കബറടക്കുന്ന ഈ നാട്ടിലെ ഖബർസ്ഥാനിലേക്ക് നിനക്കൊന്ന് പോകാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നന്നാകും ബാപ്പാ. ഏത് നന്നാകാത്തവനും നന്നാകാനുള്ള വഴി പള്ളിപ്പറമ്പിൽ പോകലാ. ഈ നാടിനെ വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരവിടെ കിടക്കുന്നുണ്ടല്ലോ. അവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ട് അവന്റെ മുകളിൽ നിൽക്കുന്ന മൈലാഞ്ചി ചെടികൾ ഒരുപാട് കഥകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. സിനിമ കാണലും സീരിയൽ കാണലും ഒക്കെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങള്, കഴിയില്ല എന്ന് നീ പറയരുത്. നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറണോ? നീ പള്ളിപ്പറമ്പിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നീ എവിടെയാണ് പോകേണ്ടതെന്നറിയുമോ? ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണ വീട്ടിലേക്ക് നീ ഒന്ന് പോകണേ. ആ മരണ വീട്ടിലേക്ക് നീ ഒന്ന് പോകണേ. എന്നിട്ട് ചോദിക്കണം, എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? അതാ പെണ്ണിന്റെ ജനാസ കുളിപ്പിക്കുന്ന സ്ഥലത്ത് കടന്നു ചെന്നാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ജീവിതത്തിൽ മാറ്റം വരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പടച്ചവനെ, ഖബർ കളിക്കേണ്ട സ്ഥലമല്ല, ഖബർ നിസാരമായ സ്ഥലമല്ല. ആ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം. ആ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് തന്റെ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായ സ്വഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആ ഉസ്മാൻ തങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഉസ്മാൻ തങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഖബർ കണ്ടാ വല്ലാത്ത കരച്ചലാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടി രൂപത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. സഹാബത്ത് ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പരലോകത്തെ കുറിച്ച് പറയുമ്പോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ, മീസാനിനെ കുറിച്ച് പറയുമ്പോ, നരകത്തെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ. എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ വല്ലാതെ കരയുന്നത്? കരയണം ചെറുപ്പക്കാരാ, കരയണം ചെറുപ്പക്കാരാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം ചെറുപ്പക്കാരാ. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. കാരണം എന്തെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ.
മഹാനായ ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ആ ഖബറാണ് ഒന്നാമത്തെ സ്ഥലം. അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. അവിടെ ഒരു മനുഷ്യന് പരാജയപ്പെട്ടു പോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് പടച്ചവനെ ഖബർ കാണുമ്പോ കരയണമെന്ന് മകത്തുക്കളവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിന് നാവുണ്ടടാ ചെറുപ്പക്കാരാ. സിറാജ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നല്ലോ, ഇതുപോലെ ഖബറും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പള്ളിപ്പറമ്പിൽ പോകുന്ന ഓരോ മനുഷ്യനോടും ഖബർ അവിടെന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കേൾക്കുന്നില്ലല്ലോ, ഇന്ന് കേൾക്കുന്നില്ലല്ലോ. കേൾക്കാൻ കഴിയാത്തത് നിനക്ക് പവറില്ലാത്തത് കൊണ്ടാ, നിനക്ക് പവറില്ലാത്തത് കൊണ്ടാണ്. എപ്പോഴാണ് കേൾക്കുന്നതെന്നറിയുമോ? ഈ പള്ളിയിലെ പടച്ചവനെ നിന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അവസാനം ഇവിടുത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിക്കുമല്ലോ. ആ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, ഖബർ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അന്ന് കേൾക്കാം ഉപ്പമാര്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നിന്നെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലേക്ക് നിന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ ഖബർ വിളിക്കുന്നു, വാടാ വാടാ ചെറുപ്പക്കാരാ, വാടാ ചെറുപ്പക്കാരാ, എന്റെ സ്വഭാവം നിനക്ക് ഞാൻ കാണിച്ചു തരാ, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാ. ഒരുപാട് പറഞ്ഞിട്ടും കേൾക്കാതെ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ മതിമറന്ന ധിക്കാരിയെ പോലെ അഹങ്കാരിയെ പോലെ തോന്നിവാസം കാണിച്ച് നടന്നവനല്ലേടാ. എന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഞാൻ നിനക്കെന്ന് കാണിച്ചു തരാ എന്ന് ഖബർ പറയുന്നത് ഞാനും നിങ്ങളും കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ ഒരു മനുഷ്യൻ മരണപ്പെടുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ജനാസ ഖബറടക്കി എല്ലാവരും സലാം പറഞ്ഞ് പിരിയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പള്ളിപ്പറമ്പിൽ നിൽക്കുകയാ. കൂടെ വന്നവര് വിളിക്കുന്നു, തങ്ങള് എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്, എന്തിനാണ് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പൊക്കോ, ഞാൻ അല്പനേരം ഇവിടെയൊന്ന് നിൽക്കട്ടെ. പടച്ചവരെ പള്ളിപ്പറമ്പിലൂടെ നടക്കുകയാണ്, ഖബർസ്ഥാനിലൂടെ നടക്കുകയാണ്. ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്ത് ചെന്നു, ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്ത് ചെന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്തിരിക്കുകയാ. കരയാൻ തുടങ്ങി, കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ വരാൻ തുടങ്ങി. ഒന്നും മിണ്ടാതെ നിശബ്ദനായി പള്ളിപ്പറമ്പിലെ പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ആ ഖബർ ചോദിക്കുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായല്ലോ. ഖബർ ചോദിക്കുകയാണ്, ഒരുപാട് നേരം കൊണ്ടിരുന്ന് കരയുകയാണല്ലോ, എന്തേ എന്നോടൊന്നും ചോദിക്കാറില്ലേ? എന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നിനക്കറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഖബറേ എങ്ങനെയാണ് ഈ പെരുമാറുന്നത്? മസഖത്തുൽ അഖ്ഫാൻ വസദഖത്തുൽ മുഖ്ലതൈൻ വഅകൽതുൽ ലഹുമാ. ഖബർ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാ. എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഖബറിൽ ഇറക്കി വെച്ചാൽ അവരെ ഞെരുക്കുകയാണ്, കഫൻ തുണി വലിച്ചു കീറുകയാണ്. പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ നിലവിളിക്കുകയാ, പറയല്ലേ പറയല്ലേ പറയല്ലേ, എനിക്കത് കേൾക്കാനുള്ള കഴിവില്ല. ഖബറിനോട് പറയുകയാണ്, ഇനിയൊന്നും നീ പറയരുത്, അത് കേൾക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ ചാരത്തേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പിടഞ്ഞു വീഴുകയാ. ആ ഖബറിന്റെ ചാരത്തിങ്ങനെ പിടഞ്ഞു വീണുകൊണ്ട് ആ ഖബറിന്റെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ ആ ഖബറാണ് ചോദിച്ചത്, അല്ലദുല്ലുക അലാ അഖ്ഫാനി ലാ തുബിലാ. അപ്പോഴാണ്
കബർ ചോദിക്കുകയാണ്, രക്ഷപ്പെടണോ? എന്റെ വീടിന്റെ അകത്ത് രക്ഷപ്പെടണോ? രക്ഷപ്പെടാനുള്ള വഴി ഞാൻ തന്നെ പറഞ്ഞു തരാ എന്നവിടുന്ന് കബർ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ പാവപ്പെട്ടവന്റെ വഴുത് കേൾക്കാതെ കിടന്നു വന്ന പെങ്ങള് ഇടയ്ക്കൊക്കെ കബറിനെ കുറിച്ച് ചിന്തിക്കുമോള്, മരണത്തെ കുറിച്ച് ചിന്തിക്കുമോള്. വെറുതെ സീരിയൽ കണ്ട് കരഞ്ഞാ പോരല്ലോ. സീരിയലിലെ നായിക കരയുമ്പോ കൂടെ ഇരുന്ന് കരയുന്ന ഉമ്മ. നിനക്ക് ആയിഷ ബീവിയുടെ ചരിത്രം അറിയുമല്ലോ. ഇന്ന് വരെ ഫാത്തിമ ബീവിയുടെ ചരിത്രം കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബീവിയുടെ ചരിത്രം കേട്ടപ്പോ, ആ ഫാത്തിമ ബീവിയുടെ ചരിത്രം വായിച്ചപ്പോ ഒരിക്കലെങ്കിലും നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ പെങ്ങളെ? ആരാട് ഫാത്തിമ എന്നറിയുമോ? ഭാഗം കഴിഞ്ഞ് ഒന്നാമത്തെ രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ മണിയറയ്ക്കകത്ത് കടന്നു പോവുകയാ. അതായിരുന്നു പണ്ടത്തെ പെണ്ണുങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പുതിയാപ്പളയുടെ കൂടെ കല്യാണം കഴിഞ്ഞ് അതിരാത്രിയിൽ ഭർത്താവിന്റെ മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുകയാ. അരിയാര് നിങ്ങൾക്ക് വലിയ സന്തോഷമായി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ എനിക്ക് ഭാര്യയായി കിട്ടിയല്ലോ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അരിയാര് നിങ്ങൾ പടച്ചവനെ, അതാ മണിയറയുടെ വാതിലടയ്ക്കുകയാ. അലിയാര് തങ്ങളും അതാ മണിയറയുടെ വാതിലടച്ചു. എന്തിനെന്നറിയുവോ? ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാനല്ല, തന്ന ഗിഫ്റ്റുകൾ പരസ്പരം പൊട്ടിച്ചിട്ട് ആഘോഷിക്കാനല്ല. വീടിന്റെ വാതിലടച്ചു. വീടിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കണയ്ക്കുമ്പോ മണിയറയ്ക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അലിയാര് തങ്ങള് ചിന്തിച്ചു, ആരാ അല്ലാഹ് ഈ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നതാരാട്? അലിയാര് നിങ്ങൾ ചെന്ന് നോക്കുമ്പോ പുതുമണവാട്ടി മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാനൊരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ? എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ കരയുന്നത് പടച്ചവനെ നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് നിങ്ങളെ വല്ലാത്ത സ്നേഹമാണ്. പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഈ കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്ന് അണച്ചപ്പോ ഈ റൂമിന്റെ അകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ, വല്ലാത്ത ഇരുള് വന്നല്ലോ. ഈ റൂമിന്റെ അകത്ത് ഇത്ര വലിയ ഇരുട്ടാണെങ്കിലും ഫാത്തിമായ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ച് പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമ്പോ അതിനകത്ത് എത്ര വലിയ ഇരുട്ടായിരിക്കും അലിയേ. വീടിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കണച്ചപ്പോൾ ഖബറിന്റെ ഇരുട്ടാ ഫാത്തിമായി ഓർമ്മ വന്നത്. ഖബറിന്റെ ഇരുളാണ് ഓർമ്മ വന്നത്. അലിയാര് ഞങ്ങളെ ചോദിച്ചു, ഫാത്തിമ ഇന്ന് നമ്മുടെ ആദിരാത്രിയാ ഫാത്തിമ, ഇന്ന് നമ്മുടെ ആദിരാത്രിയാ ഫാത്തിമ, മണിയറയ്ക്കകത്തിരുന്നിട്ട് കരയുകയാണോ ഫാത്തിമ? ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ, ഇത് നമ്മുടെ മണിയറയല്ലേ? അലിയാര് തങ്ങള് മണിയറയെന്ന് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, അലിയേ മണിയറ ഇവിടെ അല്ല അലിയേ, മണിയറ ഇവിടെയല്ല, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. വിഭാഗത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ ഒരുക്കേണ്ടത്. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുമോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന, നമ്മളെ കബറടക്കിയിട്ട് പിരിഞ്ഞു പോകുന്ന 1ാമത്തെ രാത്രി ഉണ്ടല്ലോ,
മുൻകറും നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ഖബറിനകത്ത് ഇറങ്ങി വന്നിട്ട് അവര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവസാനം അവര് പറയണം ലംകനൗമത്തിൽ അറൂസ്, പുതിയ പളയ പോലെ കിടന്നുറങ്ങിക്കോ, പുതിയ പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയണം. അലിയേ, മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്താണ്. അലിയേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കല്യാണം കഴിഞ്ഞ ആദ്യ ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ അദാബുകളെ കുറിച്ച് അവിടെന്ന് പറഞ്ഞു കൊടുത്തു. പാതിരാത്രി മുഴുവനും ഇരുന്ന് നിസ്കരിപ്പിച്ചു, അവിടെന്ന് ഖുർആൻ ഓതിപ്പിച്ചു, അവിടെന്ന് ദിക്റുകൾ പറഞ്ഞു, അവിടെന്നിരുന്ന് ഒരുമിച്ചിരുന്ന് ദുആ ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, പള്ളിപ്പറമ്പിലെ ഖബർ നിസാരമല്ല, അത് കളിക്കണ്ട സ്ഥലമല്ല, അത് നിസാരമായി കാണേണ്ട സ്ഥലമല്ല. സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർ കാണിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയും. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. മരിക്കുവോ? നിങ്ങളൊക്കെ മരിക്കുവോ? മരിക്കുമെന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും ആര് പൊക്കും? എടാ, നീ വേണമെങ്കിൽ പൊക്കിയില്ലെങ്കിൽ പൊക്കണ്ട, പക്ഷെ ആര് പൊക്കും? അസ്റായിൽ പൊക്കിയിരിക്കും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നീ വേണമെങ്കിൽ പൊക്ക്, ഇല്ലെങ്കിൽ പൊക്കണ്ട, അത് നിന്റെ ഇഷ്ടം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഖുർആൻ പറഞ്ഞതാ. ലോകത്ത് ദൈവമില്ല എന്ന് പറയുന്നവന് ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്, മരിക്കൂ എന്ന് പറയുന്ന വിഷയത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ആമീൻ പറയാനൊക്കെ ഒരു മടി. ഇനി എത്രയോ കാലം കിടക്കുന്നില്ലേ ഉസ്താദേ? പരലോകത്ത് ഇതിനെക്കാളും ഖബറല്ലേ പറയണേ? വേണ്ട വേണ്ട വേണ്ട, ഖബറാ പറയുന്നത്. അപ്പൊ ഫാനും കാറ്റൊന്നും ഇല്ലാതിരിക്കല നല്ലത്. അതിനകത്തെങ്കിലും അള്ളാഹു സുഖം നൽകിയാൽ മതി. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവർക്കും ഒരു ചിരിയും കളിയൊക്കെ. മരണം പറഞ്ഞിട്ട് ഒരു പേടിയില്ല. അതിനെനിക്ക് ക്യാൻസർ ഇല്ലല്ലോ ഉസ്താദേ, ട്യൂമർ ഇല്ലല്ലോ. ഇപ്പൊ ആർക്കും ഒരു ചെറുപ്പക്കാരന് വേണ്ടി 35 ലക്ഷം രൂപയുടെ കാര്യം മജ്ജ മാറ്റി വെക്കുക, അതിനുവേണ്ടി 10-30 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സഹോദരൻ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാ വഴികളും ആ ചെറുപ്പക്കാരന് വേണ്ടി അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത്, പടച്ചോനെ എന്റെ മരണം ഒന്നും അടുത്തിട്ടില്ല, എനിക്കിപ്പോ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഈ അടുത്ത് എവിടോ വഴുതിന് പോയപ്പോ ഒരു വീട്ടിൽ പോയപ്പോ പറഞ്ഞു, ഉസ്താദ് ആ വീട്ടിലെ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചുപോയി. ആ വീട്ടിലെ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ ഞാൻ ചോദിച്ചാൽ എത്ര വയസ്സുണ്ടായിരുന്നു? 55 വയസ്സുണ്ടെന്ന്. 55 വയസ്സുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ ഈ 35കാരനെ എന്താ പറയാ? ചിലര് പറയാറുണ്ട് പെട്ടെന്ന് മരിച്ചുപോയെന്ന്, അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മരണം പറഞ്ഞാലും ഖബറ് പറഞ്ഞാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ മരണമൊന്നും അടുത്തിട്ടില്ല, നമ്മൾ ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്ന്. അള്ളാഹു ദീർഘായുസ് തരുമാറാകട്ടെ. അതുകൊണ്ടാണല്ലേ ഈ ആമീൻ പറയാനൊരു മടിയൊക്കെ. നന്നാകാൻ പറയുമ്പോ ഇതൊന്നും എനിക്കുള്ളതല്ല, വേറെ ആർക്കോ ഉള്ളതാണെന്നൊരു ചിന്തയുണ്ടല്ലോ. ഇവിടെ ഒരാളുടെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ വല്ല അടയാളമുണ്ടോ? നിങ്ങൾ പറയടോ. മരണ വീട്ടിൽ ഇരിക്കണോ? ഞാൻ പള്ളിപ്പറമ്പിൽ പോയി സലാം പറഞ്ഞ പോലെ ഇരിക്കണേ? ഒരാളുടെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ വല്ല അടയാളമുണ്ടോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണ പട ഉണ്ടോ? ഒരാളുടെ മരണം, എന്റെ മരണം അടുത്തു എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയും എന്റെ മരണം അടുത്തു എന്ന്. അള്ളാഹു എനിക്ക് നല്ല മരണം തരുമാറാകട്ടെ. നിങ്ങൾക്കും ഉണ്ടോ? മരണത്തിന് അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ എത്ര എണ്ണം ഉണ്ട്? 1 അല്ല 2 അല്ല 3 അടയാളം. ഒരാളുടെ മരണം അടുത്തു എന്ന് ഇത്രയും നാളും വല്ലവന് കവറും കുഴിച്ച് വല്ല മയ്യത്തും കുളിപ്പിച്ച് വല്ല മയ്യത്തും നിസ്കരിച്ച് നടന്നിട്ട് കാര്യമില്ല. നീ ചിന്തിക്കേണ്ടത് നിനക്ക് പോകാൻ സമയമായോ?